ഹലോ ഫ്രണ്ട്സ്, ജാവാസ്ക്രിപ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഫംഗ്ഷൻ കറിയിങ് എന്താണ് ജാവാസ്ക്രിപ്റ്റിൽ, അതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഫംഗ്ഷൻ കറിയിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിംഗ് ടെക്നിക്കാണ്. അവിടെ നമുക്ക് മൾട്ടിപ്പിൾ പാരാമീറ്റർ ഗെറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഒരു സീക്വൻഷ്യലായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ഫംഗ്ഷൻ സം എന്ന് പറഞ്ഞിട്ട് 3 പാരാമീറ്റർ ഉണ്ട്, N1, N2, N3. ഇതാണ് ഏറ്റവും ലളിതമായിട്ട് നമുക്കത് പറഞ്ഞു തരാൻ പറ്റുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, റിട്ടേൺ N1 പ്ലസ് N2 പ്ലസ് N3. നമുക്ക് ഇതിനെ ഇപ്പോൾ ഒന്ന് കോൾ ചെയ്യാം. കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ 3 പാരാമീറ്റർ ഉണ്ടെങ്കിൽ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പറ്റും, അല്ലാതെ നമുക്ക് കോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം നമ്മൾ ഫംഗ്ഷൻ കറിയിങ് വഴി പരിഹരിക്കും. ഇപ്പം ഞാൻ കോൾ ചെയ്തൊന്ന് കാണിച്ചു തരാം. ഇവിടെ സം എന്ന് പറയുന്നു, ഇവിടെ 10, 20, 30 ഇപ്പോൾ പാരാമീറ്റർ കൊടുത്തു. ഇനി ഞാനിത് ഇവിടെ ഒന്ന് റൺ ചെയ്യുവാണ്. ഇപ്പോൾ നമുക്ക് 16 കിട്ടി. ഇതേ ഫംഗ്ഷനെ ഞാൻ ഒന്ന് മാറ്റുവാണ്. ഫംഗ്ഷൻ കറിയിങ് ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുവാണ് ഈ ഫംഗ്ഷനിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ 3 പാരാമീറ്റർ മാറ്റും. ഈ സം എന്നുള്ളതിനകത്തുനിന്ന് 3, ആദ്യത്തെ കോളിൽ ഒരു പാരാമീറ്റർ മതി. അതെന്ത് ചെയ്യാൻ പോവാണ്, അടുത്ത ഫംഗ്ഷനെ കോൾ ചെയ്യുവാണ്. റിട്ടേൺ ഫംഗ്ഷൻ N2 അടുത്ത പാരാമീറ്റർ. ഇത് ഈ അടുത്ത ഫംഗ്ഷൻ, രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ത് ചെയ്യണം, അടുത്ത ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് അതിനെ റിട്ടേൺ ചെയ്യണം. ഫംഗ്ഷൻ അത് ഗെറ്റ് ചെയ്യുന്ന പാരാമീറ്റർ N3. ഇപ്പം നമുക്കിവിടെ കാണാം 3 പാരാമീറ്റർ നമ്മൾ ഗെറ്റ് ചെയ്തു. ഇനി നമുക്ക് റിട്ടേൺ N1 പ്ലസ് N2 പ്ലസ് N3 എന്ന് പറഞ്ഞാൽ മതി. ഇനി ഇത് കോൾ ചെയ്യുന്ന രീതിയിൽ എന്താ വ്യത്യാസം എന്ന് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഈ സമ്മ ഒറ്റയടിക്കാണ് കോൾ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ആവശ്യമില്ല, നമുക്ക് സീക്വൻഷ്യലി കോൾ ചെയ്യാം. നമുക്ക് എപ്പോഴാണോ ഫൈനൽ റിസൾട്ട് ഉണ്ട് അന്നേരം മാത്രം ഫൈനലായിട്ടുള്ള എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യത്തുള്ളൂ. അത് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഇതിൻ്റെ എക്സിക്യൂഷൻ നടക്കുക. ഉദാഹരണത്തിന് സം 1 എന്ന് പറയുന്നു, എന്നിട്ട് ഞാൻ സമ്മിനെ കോൾ ചെയ്യുന്നു ആദ്യത്തെ പാരാമീറ്റർ വെച്ചിട്ട്, അതായത് 10 വെച്ചിട്ട്. പിന്നീട് നമുക്ക് എപ്പോഴാണോ അടുത്ത പാരാമീറ്റർ അത് കിട്ടുന്നത് അന്നേരം നമ്മൾ സം 2നെ നമ്മൾ കോൾ ചെയ്യുന്നു. അപ്പം നമ്മളുടെ സം 1 ഇരിപ്പുണ്ട്. അപ്പോൾ സം 1നെയാണ് നമ്മൾ കോൾ ചെയ്യുന്നത് സം 2 കിട്ടാനായിട്ട്. അപ്പം നമ്മൾ അതിനകത്തോടെ രണ്ടാമത്തെ പാരാമീറ്ററിനെ വയ്ക്കുന്നു. ഇനി നമുക്ക് റിസൾട്ട് കിട്ടുവാണ്. ഞാനിവിടെ റിസൾട്ട് എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഫൈനലായിട്ട് കോൾ ചെയ്യണം. മൂന്നാമത്തെ പാരാമീറ്ററിനെ പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സം 2നെ കോൾ ചെയ്യുന്നു. നമ്മൾ ലാസ്റ്റ് പാരാമീറ്റർ ഇവിടെ വയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, റിസൾട്ട് നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ റിസൾട്ട് ഒന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. ഇനി അതൊന്ന് റൺ ചെയ്തിട്ട് ഈ സെയിം റിസൾട്ടാണോ കിട്ടുന്നതെന്ന് നോക്കാം. കണ്ടല്ലോ, ഇപ്പം നമുക്ക് ആ 60 തന്നെ കിട്ടി. നമുക്കിതിനെ വേറൊരു രീതിയിൽ കോൾ ചെയ്യാം. സം 10, 20, 30 നമുക്ക് ഒറ്റ അടിക്ക് ഇങ്ങനെയും കോൾ ചെയ്യാൻ പറ്റും.